ആ ഭാഗം വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. സീതാപഹരണത്തിൻ്റെയും ജടായു അതിനു മുമ്പേ വന്നു. ഈ ശൂർപ്പണഖയെ കാണുന്നതിന് മുമ്പ് തന്നെ ജടായു വന്നു. ജടായു പക്ഷിശ്രേഷ്ഠനാണ്. ദശരഥൻ്റെ ഒരു സുഹൃത്തായിരുന്നു ജടായു. ശേനി, അരുണൻ്റെയും ശേനി എന്ന ഒരു സ്ത്രീയുടെയും മകനാണ് ഈ ജടായു. ജടായു സീതയെ കൂടി സംരക്ഷിച്ചു കൊള്ളാമെന്ന് രാമന് വാക്ക് കൊടുക്കുകയും സുഹൃത്തായി തീരുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ശൂർപ്പണഖയെ കണ്ടുമുട്ടുന്നതും ഖരദൂഷണന്മാർ വധിക്കപ്പെടുന്നതുമായ കഥാഗതി പോകുന്നത്. അങ്ങനെ മുമ്പോട്ടുള്ള കഥാഖണ്ഡം ശരിയായിട്ട് മനസ്സിലാക്കേണ്ടി വരുമ്പോൾ ഈ ശൂർപ്പണഖ എന്ന സ്ത്രീ വെറും ഒരു സ്ത്രീ അല്ല. രാക്ഷസ സ്ത്രീ എന്നുള്ള രാക്ഷസ സ്ത്രീകളും വേറെയുണ്ട്. സരമയുണ്ട്, രുമയുണ്ട്, വാനസ്ത്രീകളായിട്ടുണ്ട്, അതുപോലെ പിന്നെ മണ്ഡോദരിയുണ്ട്, ത്രിജടയുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ വേറെയുണ്ട്. അപ്പം വിവിധ വിഭാഗത്തിലോടുന്ന വാനര സ്ത്രീകളുണ്ട്, രാക്ഷസ സ്ത്രീകളുണ്ട്, അങ്ങനെ ദേവസ്ത്രീകളുണ്ട്. ഇവരെല്ലാം വരുന്നുണ്ടെങ്കിലും ഈ രാക്ഷസ സ്ത്രീകളിൽ വരുന്ന ഈ സ്വാർത്ഥതയും താൻപോരിമയും, അതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. താൻപോരിമയും അല്ലെങ്കിൽ സ്വാർത്ഥതയും കുടിലതയും, ആ കുടിലതയും മറ്റാർക്കുമില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി സാധാരണ മനുഷ്യരിലും കാണുന്നുണ്ട്. രാക്ഷസീയത എന്ന് പറയുന്ന താമസ പ്രകൃതി നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഒരു കാലമാണിത്. അപ്പം ചുരുക്കത്തിൽ ആ കാലഘട്ടങ്ങളിലെ സാമൂഹിക വ്യവസ്ഥിതിയും മനുഷ്യരുടെ സാംസ്കാരിക സ്ഥിതിയും ചിന്താഗതിയും ഒക്കെ ഇന്നത്തെ നിലയിലും നമുക്ക് പരിഗണനീയമായി വരുന്നു. പലതും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അത് ആളുകൾ സ്വീകരിച്ച് കാണുന്നുണ്ട്. ദോഷമായാലും ഗുണമായാലും വരുന്നുണ്ട്. അപ്പോൾ ശൂർപ്പണഖ ചെന്ന് രാമനോട് പറഞ്ഞു, അപ്പം ഇനി എന്താണ് അനന്തര കരണീയം എന്നാണ്. മുമ്പ് ഈ താടകാപഥ വേളയിൽ രാമൻ സുബാഹുവിനെയും മാരീചനെയും ശത്രുക്കളായിട്ട് കണ്ട് അവരോട് യുദ്ധം ചെയ്യുകയും സുബാഹുവിനെ വധിക്കുകയും മാരീചനെ വളരെ അകലെയുള്ള സമുദ്രത്തിലേക്ക് പായിക്കുകയും ചെയ്തു. ഏറെ നേരം സമുദ്ര വെള്ളത്തിൽ പൊങ്ങിക്കിടുന്നതിന് ശേഷം എങ്ങനെയോ അയാൾ രക്ഷപ്പെട്ട് അയാളിനെ പറയുന്നുണ്ട് രാവണനോടത് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടതാണ്. രാമൻ്റെ ശരവേഗം അസാമാന്യമാണ്. ശരത്തിൻ്റെ ചാലകശേഷി മാത്രമല്ല, അതിൻ്റെ സാമീപ്യം പോലും വളരെ ക്ലേശകരമാണ് എന്ന് ഞാൻ അനുഭവിച്ചതാണ് രാവണ എന്ന് വകയിലൊരു മാതുലനായ ഈ മാരീചൻ രാവണനോട് പറയുന്നുണ്ട്. അതിന് സന്ദർഭം എന്ന് പറയുന്നത് ശൂർപ്പണഖ വൃത്താന്തം അറിഞ്ഞു, ഖരദൂഷണന്മാർ അറിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ രാവണൻ മാരീചനെ വിളിച്ചു വരുത്തിയിട്ട് മാരീചനോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്, ഒരു സഹായം. അങ്ങ് ഒരു സഹായം ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഉപദേശം കിട്ടി. മന്ത്രിമാരായിട്ടുള്ള അകമ്പനൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അകമ്പനൻ. അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിദ്യയുണ്ട്, അത് ഞാൻ പറയാം. എനിക്ക് തോന്നുന്ന ഒരു സൂത്രമാണത്. നേരിട്ട് യുദ്ധം ചെയ്താൽ രാമൻ അസാമാന്യ ബലശാലി ആയതുകൊണ്ട് നമുക്ക് കുറേയെല്ലാം പരാജയങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനേക്കാളും നല്ലത്, അല്ലയോ തിരുമനസ്സേ, എനിക്കൊരു തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് രാവണനോട് മധുര വചസ്സായിട്ട് അകാംബരൻ പറയുന്നുണ്ട്, സീതയെ അപഹരിച്ചാൽ മതി. സീതയും രാമനും രണ്ട് ശരീരമാണെങ്കിലും ഒരാത്മാക്കളായിട്ടിരിക്കുന്നവരാണ്. സീതാപഹരണം സമർത്ഥമായി സാധിച്ചെടുത്താൽ രാമൻ ദുർബലനായി തീരുകയും ആ ദൗർബല്യം മുതലെടുത്ത് രാമനെ നമുക്ക് തോൽപ്പിക്കുകയോ ഓടിക്കുകയോ ചെയ്യാം. സീതയുമായി അങ്ങയ്ക്ക് സുഖമായി കഴിയുകയും ചെയ്യാമെന്ന്. സ്വതവേ വിഷയലമ്പടനായ രാവണൻ അത് സന്തോഷിച്ചു സമ്മതിച്ചു. അത് ശരിയാണല്ലോ എന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ശ്രേഷ്ഠമായത് ലോകത്ത് എന്തുണ്ടോ അതെൻ്റെ രാജ്യത്ത് വേണം, എനിക്ക് വേണം എന്ന് വിചാരിക്കുന്നത്ര സ്വാർത്ഥത രാവണനുണ്ട്. ഈ രാവണൻ ത്രിലോക പുരന്തരനാണെന്ന് മാത്രമല്ല ദശഗ്രീവം ഉള്ള ആളാണ്. 10 കഴുത്ത് അല്ലെങ്കിൽ തല ഉള്ളതാണ്. ഇത് പ്രതീകാത്മകമായ ഒരു ചിത്രമാണെന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ നിലയിൽ 2 തലയെങ്കിലും ഉള്ള ഒരാൾ അങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ 3 തല, അല്ലെങ്കിൽ 4 തല. 20 കൈകളും 10 തലയുമുള്ള ഒരാളെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള രൂപമല്ലേ ഇന്നത്തെ നിലയിൽ ആലോചിക്കുമ്പോൾ. അത് ത്രേതായുഗത്തിലല്ലേ, ത്രേതായുഗത്തിൽ അതൊക്കെ ഉണ്ടാവും എന്നാണെങ്കിൽ
അതിനും സാധ്യത കുറവല്ലേ. രാവണൻ അല്ലാതെ വേറെ ആരും അങ്ങനെ ബഹുശിരസ്സുകളായിട്ട് നമ്മൾ കാണുന്നില്ല. ദശാനനെ മാത്രമേ കാണുന്നുള്ളൂ. ഇത് ദശാവധാനിത്വം എന്ന് പറയുന്ന ഒരു ഗുണമാണ്. ഈ ദശാനൻ എന്നുള്ള സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള പ്രതീകാത്മകമായ അർത്ഥത്തിൻ്റെ ബലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടുന്നു അല്ലേ? സൈക്കിൾ അറിയാൻ വയ്യാത്തില്ലല്ലോ, മിക്ക ആളുകൾക്കും സൈക്കിൾ ചവിട്ടാൻ അറിയാം. സൈക്കിൾ ചവിട്ടുമ്പോൾ ഹാൻഡിൽ ബാറിൽ 2 കൈകളും പിടിച്ച് മുമ്പോട്ടുള്ള വഴി ശ്രദ്ധിക്കുകയും അതേസമയം തന്നെ നമ്മുടെ കാലുകൾ കൊണ്ട് സൈക്കിളിൻ്റെ പെഡൽ ചവിട്ടിക്കറക്കുകയും ചെയ്യുന്നതോടൊപ്പം വഴിയരികിൽ കാണുന്ന സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലോടുള്ള ശ്രദ്ധ നമുക്ക് അങ്ങോട്ട് പോവുകയും എവിടെ പോകുന്നു, എന്തുകൊണ്ട് വിശാൽ, ഞാൻ പോന്നേ, ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോഴും കാലുകൊണ്ട് പെഡൽ ചവിട്ടി കറക്കുന്നു, ഹാൻഡിൽ ബാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ 3-3-ലധികമോ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരാൾ തന്നെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ ഒരു കർത്താവ് ഉണ്ടെങ്കിലേ പറ്റൂ. കർത്താവ് കർമ്മം ക്രിയയാണ് വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കർത്തൃത്വമാണ് അവിടെ പെഡൽ ചവിട്ടിക്കറക്കുക എന്നുള്ളത്. സൈക്കിളിൻ്റെ പെഡൽ ചവിട്ടിക്കറക്കുമ്പോൾ തന്നെ ഹാൻഡിൽ ബാറിൽ ശ്രദ്ധിക്കുക. 2 കൈകൾ കൊണ്ട് ഹാൻഡിൽ ബാർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടെങ്കിൽ, ഇടത് കൈ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ബാറിൽ പിടിക്കുക, മറ്റേ കൈ കൊണ്ട് വിയർപ്പ് തുടയ്ക്കുക, അല്ലെങ്കിൽ ബെല്ലടിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ നോക്കൂ. ഒരേ 3 ഇഞ്ച് കഷ്ടിച്ച് തറയിൽ തൊടുന്ന ഈ സൈക്കിളിൻ്റെ, അല്ലെങ്കിൽ 4 ഇഞ്ച് തറയിൽ തൊടുന്ന സൈക്കിളിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടുള്ള ബാലൻസാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് വ്യത്യസ്ത ആളുകൾ ചെയ്യാനിടയുള്ള കർമ്മങ്ങൾ ഒരൊറ്റ ആൾ തന്നെ ചെയ്യുകയാണ്. അതിന് ഈ അവധാനിത്വം എന്നാണ് പറയുക. അത് നമുക്കൊരാൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അഷ്ടാവധാനിയായിരുന്നു. 8 തരം കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു. രാവണൻ ദശാവധാനിയാണെന്നേ ഉള്ളൂ. ഒരേ സമയം 10 തരം കാര്യങ്ങളിലേക്ക് ചിന്തയെയും ബുദ്ധിയെയും വ്യാപരിപ്പിച്ച് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിയുന്ന സിദ്ധിയുള്ള ആളാണ് അയാൾ. അതാണ് ദശാവധാനിയാണ് രാവണൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിംബലൈസ് ചെയ്ത പ്രതീകവൽകൃതമായിട്ടുള്ള രൂപപരമായ ഒരു ചിത്രമാണ് ഈ ദശഗ്രീവൻ എന്ന് പറയുന്നത്. 10 തലയും 20 കൈകളും. കൈകൾ ധാരാളം ഉണ്ടെങ്കിൽ ഓരോ കൈ കൊണ്ടും പ്രവർത്തിക്കാമല്ലോ. അപ്പം ബഹുല കർമ്മങ്ങളിൽ പെടുക, ധാരാളമായ കർമ്മങ്ങളിൽ പെടുക എന്നാണ് എൻ്റെ അർത്ഥം. തല എന്ന് പറയുന്നത് ബ്രെയിനാണല്ലോ ഉദ്ദേശിക്കുന്നത്. 10 തലച്ചോറാണല്ലോ. ആ 10 തരത്തിലുള്ള 10 ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതല്ലേ. അപ്പം ഇതിന് അവധാനിത്വം എന്ന് പറയും. നമുക്ക് ഈ ശക്തികൾ വികസിപ്പിച്ച് വരാം. യോഗസാധനകൾ ശീലിച്ചാൽ ഈ അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്ന് പറയുന്ന സിദ്ധികളിലേക്ക് നമ്മൾ അനുശീലനം കൊണ്ട് പ്രാപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിദ്ധികളുള്ളവരായി മാറാൻ കഴിയും. അത് നമുക്ക് കഴിയാത്തത് കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല എന്നാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബൈ ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ഒന്നും അസാധ്യമായില്ല. സ്വഭാവദാർഢ്യം, നിശ്ചയദാർഢ്യം ഉണ്ടാകണം. ഐ ക്യാൻ എന്നും ഐ മസ്റ്റ് എന്നും പറയുന്ന അവസ്ഥ ഉണ്ടാവണം. എനിക്ക് കഴിയും, എനിക്ക് തീർച്ചയാണ് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാകാതൊന്നുമില്ല. അത് കുറേയെല്ലാം നമുക്ക് അതിന് വിജയിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന അത്ര ഉണ്ടായില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് സാധിക്കും. അതാണ് ഏകലവ്യന് സാധിക്കാമെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് പറ്റിക്കൂടാ? ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങൾ ധാരാളം കിടപ്പുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ കിടപ്പുണ്ടെങ്കിലും നമ്മുടെ പ്രവൃത്തി അതിനനുസരിച്ച് കൊണ്ടുവരാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് ആ ദൃഷ്ടാന്തങ്ങളെ നമുക്ക് സ്വീകരിച്ചാൽ നമുക്ക് പലതരം സിദ്ധികളിലേക്ക് പോകാൻ കഴിയും. ഒരുപാട് കഴിവുകൾ നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ ഈ മേശ തന്നെ ഒന്ന് ഉയർത്തണമെന്ന് ചെയ്യാൻ നമുക്ക് വിഷമമായി, വലിയ വെയിറ്റാണ്. പക്ഷേ നമ്മുടെ മേശയുടെ കാലിൻ്റെ കീഴിൽ നമ്മുടെ പാദം പെട്ടുപോയാൽ നമ്മൾ തള്ളി മറിച്ചിട്ട് എങ്ങനെയെങ്കിലും കാല് പുറത്തെടുക്കത്തില്ലേ? എവിടെ ഇരുന്നു ഈ ശക്തി? ഉള്ളിൽ നിയാമകമായ ശക്തികൾ ധാരാളമുള്ളവരാണ് എല്ലാ ജീവികളും. പക്ഷെ അത് വേണ്ടവണ്ണം പുറത്തെടുക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്വാസദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന അങ്ങനെയല്ലേ? പിന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ ശ്രമിക്കുന്ന ആൾ ആദ്യത്തെ ദിവസം മൂക്കും വായും കൂടെ പൊത്തി ഇങ്ങനെ ഒന്ന് കിടക്കും. പെട്ടെന്ന് ശ്വാസം മുട്ടും, മുകളിലോട്ട് വന്ന് ശ്വാസം എടുക്കും. അങ്ങനെ ഒരു 5-6 ദിവസം ശ്രമിച്ച് കഴിയുമ്പോൾ കൈകൾ മൂക്കിലും വായിലും ചേർത്ത് വെക്കാതെ തന്നെ ശ്വാസം പിടിച്ച് വെള്ളത്തിനകത്ത് മുങ്ങി കിടക്കാനും ഇന്നലെ കഴിഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ സമയം ശ്വാസദൈർഘ്യത്തോടെ ഇരിക്കാനും കഴിയും. അത് ഈ അനുശീലനം കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഈ അവധാനിത്വം എന്ന് പറയുന്ന ഗുണം ഈ രാവണനുണ്ടായിരുന്നു. ദശഗ്രീവൻ എന്നുള്ള നിലയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് അങ്ങനെയും ചില രീതിയിലേക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പം ഇത് മനുഷ്യൻ്റെ വിശേഷിച്ചും രാക്ഷസന്മാരുടെ ശേഷി ഇങ്ങനെ ഒരുപാടുണ്ട്.
ഒരുപാട് സിദ്ധിയുള്ളവരാണ് ഈ രാക്ഷസന്മാർ. മായ എന്ന് പറയുന്ന സിദ്ധി ഒരുപാട് ആർജിച്ചിട്ടുള്ള ആളുകളാണ്. ഏത് വേഷവും പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുന്നവരാണ്. ഏത് ഭാവവും എത്ര പെട്ടെന്നും വരുത്താൻ കഴിയുന്നവരാണ്. രക്ഷോടങ്ങൾക്ക് അപാരമായ സിദ്ധിവിശേഷങ്ങൾ ആർജിക്കാനുള്ള അനുശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് പുരാണങ്ങൾ പഠിച്ചാലും വായിച്ചാലും ബോധ്യപ്പെടും. അങ്ങനെ ആളാണ് ഈ ദശഗ്രീവൻ, ആ രാവണൻ. എന്ന് മാത്രമല്ല, രാവണൻ നല്ല ഒന്നാന്തരം ഒരു കെമിസ്റ്റായിരുന്നു, ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. രാസവിദ്യ ഏറ്റവും നന്നായിട്ട് അറിയാമായിരുന്ന ഒരാളാണ്, ആധികാരികമായി അറിയാമായിരുന്ന ഒരാളാണ് ഈ രാവണൻ എന്ന് പറയുന്നത്. ദേവന്മാർക്ക് പിന്നെ ഒരു മദ്യം ഉണ്ടായിരുന്നു, മധുവർക്കം എന്ന് പറയുന്ന സാധനം, ഒരു സോമലത എന്ന് പറയും, അത് വാറ്റിയെടുക്കുന്ന ഒരുതരം മദ്യം ഉണ്ടായിരുന്നു. അതിന് മധുവർക്കം എന്ന് പറയും, മൈരേയകം എന്ന് പറയും, അങ്ങനെയും പറയും ആ മദ്യത്തിൻ്റെ പേര്. അതൊരു സ്ഥിരമായി സന്തോഷാവസരങ്ങളിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. രാക്ഷസന്മാർ ദേവന്മാരോട് അതിൻ്റെ ഫോർമുല ഒന്ന് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാൻ അസുരന്മാർ ദേവന്മാരെ സമീപിച്ചു. അവർ കൊടുത്തില്ല, അത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ അതിൻ്റെ ഗവേഷണത്തിൽ ഏർപ്പെടുകയും അദ്ദേഹം അത് ഉണ്ടാക്കിയെടുക്കുകയും ഒരു ആസുര അവസ്ഥയിലുള്ള മദ്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. സുരാപാനത്തിന് പകരം അസുര മദ്യം ഉണ്ടാക്കിയ ആളാണ് രാവണൻ. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അർക്കപ്രകാശം എന്നാണ്. രാവണൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് അർക്കപ്രകാശം എന്ന് പറയും. എൻ്റെ കൈവശമുണ്ട് ആ പുസ്തകം. അർക്കപ്രകാശം രാവണൻ എഴുതിയ പുസ്തകമാണ്. അർക്കം എന്നുള്ള വാക്ക്, അർക്കൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, സൂര്യൻ. അർക്കം എന്ന് പറഞ്ഞാൽ നീരാവി എന്നാണ്. അപ്പോൾ വെള്ളത്തെ നീരാവിയാക്കി മാറ്റാൻ കഴിയുന്നവൻ എന്നാണ് അർക്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് അരക്കർ, രാക്ഷസന്മാരുടെ ഒരു പര്യായമായിട്ട് അരക്കർ എന്ന് ഉപയോഗിക്കുന്നത്. ഈ അർക്ക ശബ്ദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ARRACK, അറാക്ക് എന്ന വാക്കുണ്ടാകുന്നത്. അതാണ് മലപ്പുറംകാർ റാക്ക് എന്ന് വിളിക്കുന്ന മദ്യം. അപ്പോൾ അറാക്ക് എന്ന വാക്ക് അർക്കം എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്ന് ഉണ്ടായതാണ്. അർക്കപ്രകാശം എന്ന പേരിലാണ് രാവണൻ എഴുതിയ പുസ്തകം. അപ്പോൾ രാവണൻ അത്ര മോശക്കാരനൊന്നുമല്ല. മാത്രമോ അദ്ദേഹം വലിയൊരു കവിയായിരുന്നു. നികുംഭിലയിൽ അദ്ദേഹം ശക്തി സമാർജിക്കുക, രാമനോടുള്ള യുദ്ധത്തിനിടയിൽ ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി നികുംഭില എന്ന ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹയിൽ പോയി ഇരുന്നു കൊണ്ട് ആ ശിവനെ കുറിച്ച് തപസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ജപിക്കുകയാണ്, ജടാ കടാഹ സംഭ്രമം നിലിംബ നിർജ്ജരി വിരാജ വീച്ചിവല്ലരി വിരാജമാന മൂർധനി ധഗ ധഗ ജ്വല ലലാടപ്പെട്ട പാവകേ കിശോർ ചന്ദ്രശേഖരേ രതിപ്രദക്ഷിണം അമ്മ എന്നിങ്ങനെ അദ്ദേഹം അങ്ങ് കവി നിമിഷ കവിയായിട്ട് പാടുകയാണ്. ഇത് ആൾക്കാർ കേട്ട് കുറിച്ചെടുക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടാണ് ഇത് പുറത്ത് വരുന്നത്. അത് 100 ശ്ലോകങ്ങളാണ്, രാവണകൃതമാണിത്. അപ്പോൾ രാവണൻ ഒരു കാരണവശാലും മോശക്കാരനല്ല. അത് കായികമായ ശക്തി ഉണ്ടായാലും മാനസികമായ സിദ്ധിവിശേഷങ്ങൾ കൊണ്ടായാലും കർമ്മപരമായ നൈപുണ്യം കൊണ്ടായാലും ഈ വസ്തുക്കളെ, ഭൗതിക വസ്തുക്കളെ തേടിപ്പിടിച്ച് സുഖാവസ്ഥകളാക്കി മാറ്റുന്നതിലും ഒക്കെ അപാരമായ ശക്തിവിശേഷങ്ങളും സിദ്ധിവിശേഷങ്ങളുമുള്ള ഒരാൾ തന്നെയാണ് രാവണൻ. രാവണനെ ഏറ്റവും മോശക്കാരനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോശക്കാരനായിട്ട് പറയേണ്ടി വരുന്ന സന്ദർഭം ഏതാണ്? പരതാരങ്ങളെ ആഗ്രഹിച്ചു. പരതാരങ്ങൾ, മറ്റുള്ളവൻ്റെ ഭാര്യയെ, ഇവിടെ ഭാര്യമാരെയും നമുക്ക് പറയാം, പക്ഷെ ദാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏകവചനമായിട്ടാണ് സംസ്കൃതത്തിൽ വരുന്നത്. ദാരാഹ എന്ന ശബ്ദത്തിൽ നിന്നാണ് ദാരങ്ങൾ എന്ന വാക്കുണ്ട്. അതിന് ഏകവചനമായിട്ട് സിംഗുലർ ഫോമായിട്ട് തന്നെ ഒരു ഭാര്യ എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ മലയാളത്തിൽ നമ്മൾ ഭാര്യമാരെന്ന് പറയണം. ഒരുപാട് സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ആ രീതിയിൽ സാമൂഹികമായ ഒരു അസമത്വങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ആളാണ് ഈ രാവണൻ. അങ്ങനെ വിഷയലമ്പടനായിരുന്നു രാവണൻ. ആ വിഷയലമ്പടത്വം ഉള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ കുഴപ്പം. കാമാധികമായ സ്വാർത്ഥത ഉപയോഗിച്ചിരുന്നു രാവണൻ തൻ്റെ സ്വഭാവത്തിൽ. അതാണ് അയാളുടെ ഏറ്റവും വലിയ ഹീനത. നേരത്തെ പറഞ്ഞതുപോലെ അനർഹമായ ആയതിനെ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് ദോഷങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. എത്രയോ ശാപങ്ങൾ അയാൾക്ക് സംഭവിച്ചിരിക്കുന്നു. വേദവതി മുതൽ ഇങ്ങോട്ടുള്ള എത്രയോ ആളുകളുടെ ശാപം അയാൾക്കുണ്ടായി. വേദവതി സ്വന്തം ഔപാസനയ്ക്ക് അഗ്നി ജ്വലിപ്പിച്ച് ചിതയുണ്ടാക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എന്നെ ബലാത്കാരം ചെയ്ത നീ ഈ സ്ത്രീ മൂലം തന്നെ നശിച്ചു പോകട്ടെ എന്നാണ് ശപിച്ചത്. അങ്ങനെ ഉണ്ടായതാണല്ലോ സീതയും. അത് ഞാൻ പറഞ്ഞു. ശിഖിലധ്വജൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ മകളായിട്ടുള്ള വേദവതി എന്ന് പറയുന്ന പതിവ്രതാരത്നമായ ഒരു സാധ്വയെ ബലാത്കാരം ചെയ്തതിനുള്ള ശിക്ഷയായിട്ടും ശാപമായിട്ടുമാണ് ഈ സ്ത്രീ മൂലം തന്നെ അന്ത്യം ഉണ്ടാകണമെന്നുള്ള ശാപം തന്നെയാണ് ഇവിടെ ഈ രാവണൻ്റെ അന്ത്യത്തിന് ഇടയാക്കിയതെന്നുള്ള സത്യം.
അപ്പോൾ ആ കഥാബന്ധങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുവെങ്കിലും ഒത്തിരി കഥയുണ്ടാവും ഭാഗങ്ങളിൽ പറയാൻ. അത് ഞാൻ 1-2 വാചകങ്ങൾക്കകത്ത് ചുരുക്കി ആ കഥയെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കഥ കമ്പരാമായണത്തിലുണ്ട്, വിശേഷമായിട്ടുണ്ട് ഒരുപാട്. മേദിനിയെ ഇളക്കി മറിച്ച് നടന്ന ഈ ഭൂമി കുലുക്കി നടക്കുക, കാണുന്നിടത്തെല്ലാം പരാക്രമങ്ങൾ നടത്തി. അതാണ് മേദിനി എന്നൊരു വാക്ക് ഭൂമിക്ക് പര്യായം വരുന്നുണ്ട്. മേദിനി എന്നൊരു വാക്ക് വരാൻ കാരണം മേധസ്സുകളെ കുഴിച്ചിട്ടത് കൊണ്ടാണെന്നാണ്. ആരുടെ മേധസ്സുകളാണ്? പ്രളയകാലത്ത് മധു എന്നും കൈടഭൻ എന്നും പറയുന്ന 2 ആളുകളെ ഈ വിഷ്ണു ഭഗവാൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചത് എങ്ങനെയെന്നുള്ളതൊക്കെ പറഞ്ഞാൽ വേറെ ഒരു രസകരമായ കാര്യമാണ്, അവിശ്വാസ്യതയുള്ളതാണ്. എന്നാലും ഈ വിഷ്ണു ബ്രഹ്മാവിൻ്റെ നിദ്രയാണ് പ്രളയകാലം. ബ്രഹ്മാവ് നിദ്ര ഉറങ്ങിക്കിടന്ന സമയത്ത് താൻ മാത്രമേ ഉള്ളൂ സൃഷ്ടിയുടെ മുതലാളിയായിട്ട്. അതുകൊണ്ട് താൻ വിചാരിച്ചാൽ ഇനി സൃഷ്ടി നടക്കാൻ പറ്റൂ എന്നൊരു ഗർവ്വമുണ്ടായിരുന്നു. ആ ഗർവ് ശമിപ്പിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ഉണ്ടാക്കിയതാണ് 2 ആളുകളെ, മധു എന്നും കൈടഭൻ എന്നും 2 ആളുകളെ. അത് ആ രഹസ്യം പറഞ്ഞേക്കാം. വലത് ചെവിയിൽ നിന്ന് അയഞ്ഞിളകുന്ന മധു പോലെ ഈ ചെവിക്കായം എന്ന് പറയുന്ന ആ ചെവിയിലെ കർണമലം അതിനെ പുറത്തെടുത്ത് അതിന് ജീവൻ കൊടുത്താണ് മധു എന്ന് പറയുന്ന അസുരൻ. ഇടത് ചെവിയിലെ കർണമലം കീടം പോലെ ഉറച്ചതായതുകൊണ്ട് അത് ഉപയോഗിച്ച് വിഷ്ണു സൃഷ്ടിച്ചതാണ് അത്രേ കൈടഭൻ. ഇങ്ങനെ മധു എന്നും കൈടഭൻ എന്നും പറഞ്ഞ 2 അസുരന്മാർ ഭൂമി മുഴുവൻ ഇങ്ങനെ നടന്നപ്പോൾ ഇളക്കി നടന്നു. ആർക്കും സംഹരിക്കാൻ കഴിയാത്തവണ്ണം പ്രളയം അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത സൃഷ്ടിക്ക് ബ്രഹ്മാവ് ഒരുങ്ങുന്ന സമയമായിരുന്നു അത്. ഒരു കൽപ്പം കഴിഞ്ഞിട്ട് അടുത്ത കൽപ്പത്തിലേക്ക് വരികയാണ് ബ്രഹ്മകൽപ്പം. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആരംഭിച്ചില്ല, അതിനു മുമ്പേ ബ്രഹ്മാവിൻ്റെ പുറത്തിട്ട് ആരോ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. എടാ, ഞാൻ സൃഷ്ടിക്കാത്ത ഒരാൾ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത്? നോക്കിയപ്പം ഞാൻ സൃഷ്ടിച്ചിട്ട് ഇയാളെ ഇവന് താൻ സൃഷ്ടിച്ചു എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ശിവനും ബ്രഹ്മാവും എല്ലാവരും കൂടെ ഓടി വൈകുണ്ഠനാഥനായ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു പരാതി പറഞ്ഞു. എന്നാൽ ഇവന്മാരെ ഞാൻ സംഹരിച്ചേക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു അവന്മാരെ കൊല്ലുന്നു. എന്നിട്ട് അവരുടെ ദുർമേധസ്, അതായത് ശരീരഭാഗങ്ങൾ ഭൂമിയിൽ കുഴിച്ചിട്ടത് കൊണ്ടാണ് ഭൂമിക്ക് മേദിനി എന്ന് പേര് വന്നത് എന്ന ഒരു പര്യായം അങ്ങനെ വന്നതാണ് ഭൂമിക്ക്. അങ്ങനെയൊക്കെ കഥകളുണ്ട്. എന്തായാലും രാവണൻ ഇങ്ങനെ അത്യുത്കടമായ ശക്തി വികസിപ്പിച്ചെടുത്ത ഒരു അസുര രാജാവായിരുന്നു. 3 ലോകങ്ങളും അയാളെ കണ്ട് പേടിച്ചു എന്ന് മാത്രമല്ല, പാതാളത്തിൽ പോയി അവിടെയും ആധിപത്യം സ്ഥാപിച്ചു. പാതാളം, രസാതലം, തലാതലം, സുതലം, അതലം, വിതലം, ഭൂലോകം, ഭോർലോകം, സ്വർലോകം, ഇങ്ങനെ വരുന്ന 14 ലോകങ്ങളുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ആ യഥാർത്ഥത്തിലുള്ളതാണിത്, ഇല്ലാത്തതൊന്നുമല്ല ഈ ലോകം. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം ജനം എന്ന് മാത്രമാണ്, ആളുകൾ എന്നാണ്. ജനം എന്നാണ് ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം. ജനങ്ങളുള്ള സ്ഥലമാണ് 14 ലോകം. ഇതുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ ചരിത്രം പഠിച്ചവർക്കറിയാം. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അദ്ദേഹം പല പർഗാനകളായിട്ട് വിഭജിച്ച് ഓരോ പർഗാനകൾക്കും പ്രത്യേകം ഒരു പ്രതിനിധിയെ ഉണ്ടാക്കി ഭരിപ്പിച്ച് കപ്പം വാങ്ങി ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായി ചക്രവർത്തിയായിട്ടാണ്. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി ഭൂമിയുടെ ഉയരം കണക്കാക്കി, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരങ്ങൾ കണക്കാക്കി പല ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഇന്ത്യയുടെ ഭൂപ്രകൃതി, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, അതേക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അത് പഠിച്ചാൽ ഏറ്റവും മുകളിൽ ഹിമാലയ ദ ഗ്രേറ്റ്, ഹിമാദ്രി എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞതിന് ശേഷം ഹിമാചല നിരകൾ, ലെസർ ഹിമാലയം എന്ന് പറയും. അത് കഴിഞ്ഞാൽ സിവാലിക് റേഞ്ചസ് ആണ്, സിവാലിക് നിരകളാണ്. അത് കഴിഞ്ഞാലാണ് പീഠഭൂമി, മാൾവ, ഡെക്കാൻ പീഠഭൂമി, പ്ലേറ്റോ എന്ന് പറയും, പീഠഭൂമി വരും. അത് കഴിഞ്ഞാൽ ഗംഗാവാലി, ഗംഗാതടം, അത് കഴിഞ്ഞാൽ സമുദ്രതീരം, കോസ്റ്റ്. ഇങ്ങനെയാണ്. അപ്പോൾ വടക്ക് നിന്ന് തെക്കോട്ട് ഭൂമിശാസ്ത്രപരമായി ഉയര വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ ഭൂമിക്കും പലതരത്തിലുള്ള തട്ടുതട്ടുകളായി കിടന്നിരുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് ചെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇത് എവിടെ മുതൽ ഇന്നത്തെ ഇന്ത്യയുടെ അതിരല്ല, സിന്ധ്, അഫ്ഗാനിസ്ഥാൻ, ബലൂചിസ്ഥാൻ തുടങ്ങിയുള്ള ആ ഭാഗങ്ങൾ മുതൽ ഹിന്ദുക്കുഷ് മലനിരകൾ, ഇതൊക്കെ അന്നത്തെ ആര്യാവർത്തത്തിൻ്റെ അല്ലെങ്കിൽ ജംബുദ്വീപത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു. ജംബുദ്വീപം എന്നാണ് വേറൊരു പേര്, അതായത് ഭാരതത്തിൻ്റെ പഴയ പേര്. ഭാരതം എന്ന പേര് വന്നത് ഭരത ചക്രവർത്തിയുടെ ഭരിച്ചതിന് ശേഷമാണ്. ഭരതൻ്റെ ഭരണകാലം വരുമ്പോഴാണ് ഭാരതം എന്ന പേര് വന്നത്. അതുവരെ അങ്ങനെയല്ല. ആര്യാവർത്തമെന്നും ജംബുദ്വീപം എന്നുമാണ് ഈ ഭാരതത്തിനുണ്ടായിരുന്ന പേര്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് എത്തിച്ചേരാൻ വിഷമമുള്ള പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് തെറ്റാണ്. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയല്ല, രസാതലം എന്ന് പറയുന്ന സ്ഥലത്തെ സാമ്രാജ്യാധിപതിയാക്കി വാഴിക്കുക ചെയ്തത് മഹാബലിയെ. അല്ല പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് ആളുകൾ പറയും, വെറുതെ പറയുന്നതാണ്. രസാതലം എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണനും അർജുനനും കൂടി രസാതലം സന്ദർശിക്കുകയും മഹാബലിയുടെ ആതിഥ്യം സ്വീകരിക്കുകയും കൂടി ചെയ്തു. ശ്രീമദ് ഭാഗവതത്തിലുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ടും നമ്മുടെ ഇടയിൽ ഓരോതരം കഥകൾ ഇങ്ങനെ പ്രചരിച്ച് അതിന്മേൽ നമ്മുടെ വിശ്വാസങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്. യുക്തിഭദ്രവും ചരിത്രപരമായ യുക്തികളും അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ആക്കാതെ പിന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല എന്ന കൃതിയിൽ പറഞ്ഞതുപോലെ പോരുന്ന ലോകര് പരമ്പരയാ പറഞ്ഞു പോരുന്ന കാര്യങ്ങളിൽ അയഥാർത്ഥ വിചാരമാകാ എന്ന് പറയും. ഓരോ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞ് പഴകി വരുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തുടരുന്നു. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ഉടച്ചെറിയപ്പെടുന്നത് എന്താണ്? യഥാർത്ഥ യുക്തിബോധമാണ്. സത്യസന്ധമായ യുക്തിബോധമാണ് അവിടെ ഇല്ലാതെയാകുന്നത്. യുക്തി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ സമ്പ്രധാരണം അർത്ഥാനാം യുക്തിരിത്തി അഭിധീയത എന്നാണ്. അർത്ഥങ്ങളെ ശരിയായി ഗ്രഹിച്ചു വയ്ക്കുന്ന മനോഭാവത്തെയാണ് യുക്തി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദം എന്ന് പറയുന്നത് യുക്തിവാദമല്ല, തെറ്റാത്. ഈശ്വരനില്ല എന്ന് പറയുന്നത് യുക്തിസഹമല്ല, അതുകൊണ്ട് തന്നെ അത് യുക്തിക്ക് അതീതമാണ്, തെറ്റായ രീതിയാണ് പറയുന്നത്. ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നതാണ് യുക്തി. അത് സമർത്ഥിക്കാൻ ഒക്കും. നമ്മൾ ഇല്ല അല്ല എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. എന്തുകൊണ്ടില്ല എന്ന് പറയണം, എന്തുകൊണ്ട് ഉണ്ടെന്ന് പറയണം എന്ന് പറയുന്നതിനകത്താണ് ഈ യുക്തി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ രാവണനിലേക്ക് തന്നെ തിരിച്ചിറങ്ങി വരിക. നമ്മൾ രാവണൻ എന്ന് പറഞ്ഞത് അത് മോശക്കാരനായ ഒരാളല്ലെന്നും അപാരമായ സിദ്ധിവിശേഷങ്ങൾ കൈയടക്കം ചെയ്തു വെച്ച ഒരു മഹാനായിരുന്നുവെന്നും പറയണം. ഒരുപാട് വിദ്യകൾ അറിയാവുന്ന ആളുകൾ, ഒരുപാട് നേട്ടങ്ങൾ സമൂഹത്തിൽ നൽകിയ ആളായിട്ടാണ് രാവണനെ കണക്കാക്കേണ്ടത്. ഒരു സമൂഹത്തിന് മുഴുവൻ, രാക്ഷസ വംശത്തിന് മുഴുവൻ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ആർഭാടങ്ങളുടെയും ഉദ്ദിഷ്ടകാര്യ പ്രാപ്തിയുടെയും രക്ഷാകവചവും അതിൻ്റെ രാജാധിപത്യവും ഒരുക്കിക്കൊടുത്ത ആളാണ് രാവണൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വാൽമീകി രാമായണത്തിലും മറ്റും ഒക്കെ ഇത് പ്രസ്താവങ്ങളുണ്ട്. ശ്രദ്ധാപൂർവം പഠിച്ചാൽ അത് ബോധ്യപ്പെടും. പക്ഷേ ഇവിടെ അധ്യാത്മരാമായണം, അതാ പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ പോയിൻ്റ് അതാണ്. അധ്യാത്മരാമായണം കിളിപ്പാടിൽ വന്നപ്പോൾ രാവണൻ ഒരിക്കലും സ്വീകാര്യനായ ആളല്ല എന്നാണ്. ആ രീതിയിലാണ് വളരെയധികം ദോഷങ്ങൾ ഈ ലോകത്ത് ദോഷങ്ങളെന്ന് പറയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ രാവണനിലുണ്ട് എന്നാണ് അതിനകത്ത് വിശ്വസിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. ഈ രാവണൻ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ, ആസന്ന മരണനായി കിടക്കുന്ന സമയത്ത് തന്നെ ഈ രാമൻ ചെന്ന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ രാവണൻ ഉപദേശം കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും. രാമൻ്റെ മഹത്വം കൂടിയാണത്. മരിക്കാൻ പോകുന്ന രാവണൻ എല്ലാം തികഞ്ഞവനായിരുന്നു. ആ തികഞ്ഞവനിൽ നിന്ന് ഉപദേശം കൊള്ളുക പരമപുരുഷോത്തമനായ രാമൻ്റെ മഹത്വം കൂടിയാണ്. തൻ്റെ ശത്രുവിൽ നിന്ന് പോലും വേണ്ട ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെന്നുള്ള രാമൻ്റെ മഹത്വം കൂടിയാണ്. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാ ആളുകളിലുമുണ്ട് ഈ നന്മയുടെയും തിന്മയുടെയും വശങ്ങൾ. നമ്മളെ തന്നെ നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, എടാ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, അതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പറ്റിയില്ല, മണ്ടത്തരം പറ്റി എന്ന് പറയാറില്ലേ, വിചാരിക്കാറില്ലേ? അപ്പോൾ നമ്മളുമുണ്ട് ഇത്തരം ഭാവങ്ങൾ, ഇത്തരം അംശങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഈ മനുഷ്യ കഥാനുഗായിക എന്ന് പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ധാരാളമായിട്ട്. എന്തായാലും ഈ മാരീചനെ രാവണൻ വരുത്തി മാരീചനോട് പറഞ്ഞു, ഈ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യണം. അകമ്പനനാണ് പറഞ്ഞത്, ഉപദേശിച്ചത് എന്താണ്? ഈ സീതയെ അപഹരിക്കുന്നതാണ് നല്ലതെന്ന്. സീതയെ അപഹരിക്കാൻ ഒരു തന്ത്രം മെനയുന്നതിൽ വിദഗ്ധനാണ് ഈ മാരീചൻ എന്ന് രാവണന് തോന്നി. അങ്ങനെയാണ് മാരീചനെ അവിടേക്ക് വരുത്തിയത്. അപ്പോൾ മാരീചനോട് പറഞ്ഞു, ആ സീതയെ ഇങ്ങനെ അപഹരിച്ചു കഴിഞ്ഞാൽ വെറും മനുഷ്യപ്പുഴുവായ രാമനെ പിന്നെ ഏത് വിധത്തിലും നമുക്കത് വശപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ അകറ്റിക്കളയോ ഓടിച്ചു കളയോ ചെയ്യാൻ പറ്റും. അതിന് അങ്ങ് സഹായിക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങ് സഹായിക്കുന്നില്ലെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കില്ല, ഗളച്ഛേദം, കഴുത്തി ഞാൻ വെട്ടിക്കളയും എന്നാണ് മാരീചനോട് രാവണൻ പറയുന്നത്. രാവണൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ആർക്കും അടക്കാൻ കഴിയില്ല. എവിടെയും ആർക്കും ഒന്നുകൊണ്ടും ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല ഈ രാവണൻ്റെ കോപം. അത് മാരീചന് അറിയാം. അപ്പോൾ മാരീചൻ ആദ്യം കുറേ അനുനയങ്ങളൊക്കെ പറഞ്ഞു. രാമൻ്റെ ബലത്തെക്കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. രാമൻ ദശരഥനന്ദനായിട്ട് മാത്രമല്ല വന്നിരിക്കുന്നത്, അവതാര പുരുഷനാണ്.
അജയ്യമായ ശക്തിവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ട് പിന്മാറുന്നതാണ് നല്ലത്. ഈ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. മാത്രമല്ല, സീതയെ അപഹരിക്കുക എന്നുള്ളത് പരതാരങ്ങളാണ്. പരതാരങ്ങളെ സ്വീകരിക്കുന്നത് എത്രയോ നീ ചെയ്തു കഴിഞ്ഞു. ഇനിയും കൂടുതൽ അപകടങ്ങളിലേക്കാണോ വരുന്നത്? നിന്നെ ഇത് ആരാ ഉപദേശിച്ചത്? ഒരിക്കൽ നിന്നോട് പ്രിയം പറയുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. പ്രിയം പറയുന്നത് അല്ല പ്രധാനമായ കാര്യം. അത് യോജിക്കുന്നതാണോ എന്നുള്ളതാണ്. നമുക്ക് വാക്കുകൾ അങ്ങനെയാണ്. ഞാനത് സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് ഈ ശ്ലോകം പറഞ്ഞതാണ്. പ്രിയം ബ്രൂയാത് എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം, പ്രിയഞ്ച അനർത്ഥം ബ്രൂയാത് ഏത് ധർമ്മ സനാതന എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ സത്യം മാത്രമേ പറയാവൂ. അപ്പോൾ സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, അന്യർക്ക് ഇഷ്ടകരമായ നിലയിൽ നമ്മൾ സംസാരിക്കണം. അപ്പോൾ സത്യം പറയുകയും ആ സത്യം അന്യർക്ക് ഇഷ്ടമായിരിക്കുകയും വേണം. എത്ര വിഷമമാണെന്ന് നോക്കി. പറയുമ്പോൾ സത്യം പറയാൻ വെക്കണം, പക്ഷേ അന്യർക്ക് ഇഷ്ടകരമായ സത്യം പറയുകയും വേണം. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്. ബ്രൂയാത് എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, പ്രിയഞ്ച അനർത്ഥം ബ്രൂയാത്. അന്യർക്ക് കേട്ടാൽ ഇഷ്ടമുണ്ടാകുമെന്ന് കരുതി അനർത്ഥം അല്ലെങ്കിൽ പുണ്യമല്ലാത്ത കാര്യം, അസത്യം പറയാൻ പാടില്ല. പ്രിയഞ്ച അനർത്ഥം ബ്രൂയാത്, പ്രിയം ജനിപ്പിക്കുന്ന കള്ളവും പറയാൻ പാടില്ല. അപ്പോൾ സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം. അപ്രിയകരമാണ് സത്യമെങ്കിൽ അത് പറയരുത് എന്നാണ്. പക്ഷെ മാരീചൻ അങ്ങനെയല്ല. ഈ അപ്രിയമായ സത്യം അവിടെ പറഞ്ഞു. അതാണ് ഇഷ്ടപ്പെടുക. രാവണൻ ഇഷ്ടപ്പെടില്ലല്ലോ പറയുന്നത്. അപ്പോൾ അപ്രിയമായ സത്യം പറഞ്ഞു. അപ്പോൾ ആ ശ്ലോകം എങ്ങനെയാണ് ഒന്നും ഇവിടെ പറയാം. കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ എളുപ്പം പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ പഠിച്ചൊക്കെ നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കാം. സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം, പ്രിയഞ്ച അനൃതം ബ്രൂയാത് ഏത ധർമ്മ സനാതന. ഇതാണ് സനാതന ധർമ്മത്തിൽ പറയുന്ന ആ ഒരു വർത്തമാനത്തെക്കുറിച്ച് പോലെയുള്ള നിയമം. അതിനോട് സംഭാഷണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ. എത്ര പ്രധാനമാണ്, എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസമാണ് അങ്ങനെ ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റുമല്ലോ. ആ പറ്റുന്നത് എത്ര നിഷ്കർഷയോടെ ആയിരിക്കണം, എത്ര ശ്രദ്ധയോടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. വളരെ വിഷമമാണ്. അതുകൊണ്ട് ഇതറിയാവുന്നത് കൊണ്ടാണ് കാളിദാസൻ പറഞ്ഞത് സംബന്ധം ആഭാഷണപൂർവ്വമാകുമെന്ന് കാളിദാസൻ പറഞ്ഞു. കാളിദാസനെ കേട്ടിട്ടില്ലേ? കാളിദാസ മഹാകവി. സംബന്ധം ആഭാഷണപൂർവ്വം, മറ്റാളുകളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് ആകർഷകമായ ഭാഷണം നടത്തിയിട്ടാണ്, പറച്ചിൽ നടത്തിയിട്ടാണ്. അതുകൊണ്ടാണ് സംഭാഷണം എന്ന് പറയുന്നത്. എന്തായാലും മാരീചൻ രാവണനോട് അഹിതമായ കാര്യമാണെങ്കിലും ആപത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യസന്ധമായി പ്രതികരിച്ചു. എന്നാൽ രാവണനുണ്ടോ അത് കേൾക്കുന്നു. രാവണൻ ക്രുദ്ധനാവുക തന്നെയാണ്. ആ രാവണൻ്റെ ക്രുദ്ധത മനസ്സിലാക്കിയ മാരീചൻ പറഞ്ഞു, ശരി, എന്നാ ഇനി താമസിക്കണ്ട, നമുക്ക് പോകാം. എന്തായാലും രാമൻ്റെ കൈ കൊണ്ടാണ് എൻ്റെ മരണം വരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് സാരമില്ല. എന്തായാലും എൻ്റെ അന്ത്യം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ ചതിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്, കൊള്ളിവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സംഭവിക്കാനുള്ളത് ഇതാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അതങ്ങനെ സംഭവിച്ചോട്ടെ എന്നാണ്. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഈ മാരീചൻ നേരെ ഈ രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തൊട്ട് പിറകെ ഒരു രഥത്തിൽ വാൽമീകി രാമായണത്തിൽ പറയുന്ന കോവർ കഴുതയെ പൂട്ടിയെന്നാണ്. കുതിരക്കുളമ്പടി കേൾക്കും ഉച്ചത്തിൽ ശബ്ദം. കോവർ കഴുതയാകുമ്പോൾ വലിയ ശബ്ദം കേൾക്കുകയില്ല. അതുകൊണ്ട് കോവർ കഴുതകളെ പൂട്ടിയ രഥത്തിലാണ്, സ്വർണ്ണരഥമൊക്കെയാണ്, കോവർ കഴുതകളെ പൂട്ടിയ രഥത്തിലാണ് രാവണൻ സീതാന്തികത്തിലേക്ക് ആദ്യം എത്തുന്നതെന്നാണ്. മായാസിദ്ധികളുള്ളതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് അത് മാറ്റിയിട്ട് പുഷ്പവിമാനത്തെ വരുത്താനും കഴിയും. ഈ പുഷ്പവിമാനത്തിന് ഈ സംസാരിക്കാൻ കഴിവുണ്ട്. റിമോട്ട് കൺട്രോൾ കൊണ്ട് ചെയ്യുന്നത് പോലെയാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരാനും കഴിയും, പോകാനും കഴിയും, സംസാരിക്കാനും കഴിയുമെന്നാണ് പുഷ്പകത്തിൻ്റെ സിദ്ധി. അതാണ് പുഷ്പക വിമാനം. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും പറയും പിന്നെ ഈ റൈറ്റ് സഹോദരന്മാരുണ്ടാക്കിയ ആ വിമാനം, അതിനുമ്പൊന്നുമില്ല, വെറുതെ പറയുന്നത്. രാമായണത്തിൽ വിമാനം എന്ന് പറയുന്നു, അതുകൊണ്ട് ഉണ്ടായിരുന്നു വെറുതെ പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയും. അത് വെറുതെ പറയുന്ന രാമായണത്തിൽ വിമാനം എന്നൊക്കെ ഉള്ളത്. പക്ഷേ വാക്ക് നമ്മളൊന്ന് അവഗ്രഹിച്ച് നമുക്കറിയാം. വി എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥം. വിമാനം, പക്ഷി ആകാശത്ത് പറക്കുന്നത് പോലെയുള്ളത്.
ഇനി മാനം എന്നുള്ളതിന് അളവെന്ന് അർത്ഥമുണ്ട്, വി എന്നുള്ളതിന് ആകാശം എന്നും അർത്ഥമുണ്ട്. ആകാശത്തെ അളന്ന് മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്നാണ്. അതാ പക്ഷികൾ പറക്കുന്നത് ആലോചിച്ച് നോക്കി. ചിറക് വെറുതെ ഇട്ടടിക്കുകയല്ല, വിറക് മുമ്പോട്ട് ഒരു ചലനം ഉണ്ടാക്കിയിട്ടാണ് ഈ പറക്കുന്നത്. അങ്ങനെ അപ്പോൾ അത് ആകാശത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് ഒരു ത്രസ്റ്റ് ഉണ്ട്, ഞാൻ മുമ്പോട്ട് നീങ്ങുകയാണ്. അതുപോലെ ആകാശത്തെ അളന്ന് കുറിച്ച് മുമ്പോട്ട് പായാൻ കഴിയുന്നത് എന്നാണ് ഈ വിമാനം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനത്തെ വാക്ക് എങ്ങനെ ഉണ്ടായി? ഈ പ്ലെയിൻ എന്ന് പറയുന്നതിന് വിമാനം എന്ന് പേര് കൊടുത്തത് എന്തിനാണ്? ഇതിനൊന്നും ഉത്തരമായി ആരും പറയുന്നില്ല. ഭൃഗുസംഹിതയിലെ ചില ഫോർമുലകൾ അപഗ്രഥിക്കുമ്പോൾ അത് വിമാനം ഉണ്ടാക്കാനുള്ള ഫോർമുലയാണെന്ന് ജർമ്മൻകാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴവരുടെ കയ്യിലാണ് അതുള്ളത്. ആ വേദങ്ങളെല്ലാം പതിപ്പ് താളിയോലകളിലും മറ്റുമൊക്കെ എഴുതിയ പതിപ്പുകൾ പഴയ ഗ്രന്ഥാക്ഷരമാണ്. പിന്നെ പാലി, പ്രാകൃതം തുടങ്ങിയുള്ള ഭാഷകൾ, ഖരോഷ്ഠി എന്ന് പറയുന്ന ലിപി ഉപയോഗിച്ചൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങളാണ്. അവരുടെ ഗ്രന്ഥാക്ഷരം പ്രത്യേകമാണ്. നമ്മുടെ തന്നെ ഈ ശിലാലിഖിതങ്ങൾ, അമ്പലത്തിലൊക്കെ പല പ്രാചീന ക്ഷേത്രങ്ങളിലൊക്കെ ശിലാലിഖിതങ്ങളുണ്ട്. അത് സാധാരണ മലയാളം പോലല്ല എഴുതിയിരിക്കുന്നത്, അത് ഗ്രന്ഥാക്ഷരം എന്ന് പറയും. വട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയുള്ള ലിപി വിന്യാസങ്ങളുണ്ട്. അങ്ങനെയുള്ള പല ഭാഷകളിൽ ഉള്ളത് അവരിവിടെ നിന്ന് പഠിച്ചതിന് ശേഷം, അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടാണ് അവർ ഓരോ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. ഓരോ തരത്തിലുള്ള കണ്ടെത്തലുകൾ, ബിംബകൽപ്പനകൾ, വിഗ്രഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് പൈതഗോറിയൻ തിയറം എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസിന്മേലുള്ള സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ തുക മറ്റു രണ്ട് ഭുജങ്ങളിൽ മേൽ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ തുകയോട് തുല്യമായിരിക്കും. ഇതാ പൈതഗോറിയൻ തിയറം. ഇയാൾ ഈ കാറക്കോറം റേഞ്ചസ് കഴിഞ്ഞ് താഴേക്ക് സംഘങ്ങളായി ഇറങ്ങി വന്ന് ആ ഹിമവൽ സാനുക്കളിലുള്ള യാഗപ്പുരകളുടെ കണക്ക്, തച്ചുശാസ്ത്ര പ്രകാരമുള്ള യാഗപ്പുരകളുടെ കണക്ക് ആണ് സൂത്രരൂപേണ ഈ കാര്യം. അയാൾ അത് ഒരു പച്ചില കൊണ്ട് അയാൾ എണ്ണ കൊണ്ടുവന്ന സഞ്ചി, ഒട്ടകത്തിൻ്റെ തോല് കൊണ്ടുള്ള സഞ്ചിയുടെ പുറത്ത് ഇതിൻ്റെ ഫോർമുല എഴുതിക്കൊണ്ട് വിദേശങ്ങളിലേക്ക് പോയി. പൈതഗോറിയൻ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സഹോദര സംഘത്തെ അയാൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് വന്നില്ല. പിന്നെ അയാൾ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്തത് ഇതെഴുതിക്കൊണ്ട് പോയിട്ട്. എന്നിട്ട് അത് അയാളുടേതായ നില അയാളോട് പ്രചരിപ്പിച്ചു ഈ പൈതഗോറിയൻ തിയറം. നമ്മുടെ ഹിമവൽ സാനുക്കൾ പലയിടങ്ങളിലും യോഗിമാർ യാഗപുരകൾ കെട്ടുന്നതിന് ആവശ്യമായുള്ള ഫൗണ്ടേഷൻ്റെ കണക്കും മറ്റു കാര്യങ്ങളുമാണ് ഈ പൈതഗോറിയൻ തിയറം. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുടെ പാശ്ചാത്യരെ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം പാശ്ചാത്യവൽക്കരണം വന്നതോടുകൂടി, പാശ്ചാത്യ സംസ്കാരങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി അവർ പറയുന്നതാണ് ശരിയെന്ന് സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. പാഠ്യപദ്ധതിയിൽ കൂടി അത് വന്നു. ഈ പാഠ്യപദ്ധതിയിൽ കൂടി വന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ. പരീക്ഷയ്ക്ക് പിള്ളേർ പരീക്ഷ എഴുതുന്നു, അത് തന്നെ അതിന് മാർക്ക് കൊടുക്കുന്നു, അങ്ങനെ പഠിച്ചു പോകുന്നു. അതാണ് ചരിത്രം എന്ന് പറയുന്നു. ബ്രിട്ടീഷുകാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചരിത്ര പാഠങ്ങൾ ഏറ്റവും പ്രബലമായ ചരിത്രമാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. വേദങ്ങളുടെയൊക്കെ പഴക്കങ്ങൾ തന്നെ അവർ നിർണ്ണയിക്കുന്നു. വിവാട് എന്ന് പറയുന്ന ഒരു നദി ഋഗ്വേദ കാലത്ത് ഒഴുകുന്നതായിട്ട് പറയുന്നുണ്ട്, ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. പക്ഷേ അത് ഭൂഗർഭ ഗവേഷകരുടെയും ഈ നരവംശ ഗവേഷകന്മാരുടെയും ഭൂഗർഭ ഗവേഷകന്മാരുടെയും നിഗമനങ്ങൾ അനുസരിച്ച് അത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദിയായി. സരസ്വതി നദിയുടെ കാര്യം പറയുന്നത് പോലെ അത് മണ്ണ് വന്ന് അവസാദ ശിലാപടലങ്ങൾ കൊണ്ട് ഈ മണ്ണ് വന്ന് മൂടി ഈ നദി അപ്രത്യക്ഷമാകണമെങ്കിൽ കുറഞ്ഞത് 1,00,000 വർഷമെങ്കിലും പഴക്കമെടുക്കുമെന്നാണ് ഈ ഇവരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ 3000-4000 വർഷമേ പഴക്കമുള്ളൂ വേദത്തിലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? വളരെ പ്രാചീനമായ ഒരു ജീവിത സംസ്കൃതിയുടെ നേരിട്ടുള്ള തെളിവാണ് നമ്മുടെ വേദങ്ങൾ, വിശേഷിച്ചും ഋഗ്വേദമല്ലാതെ ആദ്യം ഒരു ഒറ്റ വേദമായിട്ട് കിടന്നത്. അതിനെ വേദവ്യാസനാണ് 4 വേദങ്ങളാക്കി മുറിച്ചു മാറ്റിയെടുത്തത്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് പറയുന്ന 4 രീതിയിൽ. ഇങ്ങനെയുള്ള നമ്മുടെ ചരിത്രപാഠങ്ങളെക്കുറിച്ചും പൂർവികരുടെ സംസ്കൃതികളെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചും അവരുടെ കണ്ടെത്തലുകളെക്കുറിച്ചും അതുപോലെ ശസ്ത്രക്രിയ നമ്മൾ പറയുന്ന വാക്ക് ശസ്ത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 2 വശത്തും വായുത്തലയുള്ള കത്തിയെന്ന ശസ്ത്രക്രിയ, സർജറി നമ്മൾ പറയുന്നത്. നളന്ദ, തക്ഷശില തുടങ്ങിയുള്ള സർവകലാശാലകളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു, വിജയകരമായി ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് ചരകൻ, സുശ്രുതൻ തുടങ്ങിയുള്ള ആളുകൾ ആയിരുന്നു അതിൻ്റെ നേതാക്കന്മാർ, അവിടുത്തെ പ്രൊഫസർമാരായിരുന്നു. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്കിവിടെ കിടക്കുന്നു, ഒരുപാടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ബുദ്ധിജീവി ഇന്ന് ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്ന ആളുകളുടെ മേധാവിശേഷത്തിൽ ഇതൊന്നും എത്തിച്ചേരുന്നില്ല.
അവരതിനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസവും മൂഢവിശ്വാസവും തെളിവില്ലാത്തതാണെന്നും അയുക്തികവും അനാചാരവും അന്ധവിശ്വാസവുമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയും. അങ്ങനെ അവർ അഭിപ്രായം അതിന് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ സത്യസന്ധമായ നിലപാടുകളും നിഗമനങ്ങളും ശാസ്ത്രയുക്തികളും അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഇടയിൽ നിന്ന്. എനിക്കുണ്ട് വീണ്ടും കഥയിലേക്ക്. അപ്പോൾ മാരീചൻ ഇങ്ങനെ തൻ്റെ ശക്തി ഉപയോഗിച്ച് പെട്ടെന്നൊരു മാനായി മാറി. ഈ കോവർക്കഴുതകളെ പൂട്ടിയ രഥത്തിൽ രാവണൻ തൊട്ട് പിറകിൽ. അങ്ങനെ ഒരു തേജോമയമായ ശരീരകാന്തിയുള്ള ഒരു വിഭ്രാമകമായ സൗന്ദര്യമുള്ള ആരെയും ആകർഷിക്കാൻ പോകുന്ന ഒരു രൂപമഹിമയുള്ള ഒരു ജീവിയായിട്ട് ഈ മാരീചനങ്ങ് മാറി. ഒരു മാനായിട്ട്, മായാമാനായിട്ട്, ഒരു സ്വർണ്ണമൃഗം. ഭർത്താവെ കണ്ടിയിലെയോ കനകമായ മൃഗം എത്രയും ചിത്രം എന്ന് രാമായണത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കുമാരനാശാൻ്റെ കൃതിയിൽ എത്രയും ഇണക്കമുണ്ട് ഇതിനെന്ന് തോന്നും, അത് എനിക്ക് പിടിക്കാൻ തോന്നുന്നു, എനിക്കത് വേണം എന്നാണ് സീത പറയുക. സീതയ്ക്ക് ലൗകികമായ ഹിതങ്ങളോട് യാതൊരു പ്രതിപത്തിയും ഉണ്ടായിരുന്നിട്ടില്ലാത്ത സ്ത്രീയായിട്ടാണ് നമ്മൾ അതിന് മുമ്പ് കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭർത്താവിനെ അനുഗമിച്ച് കാടകങ്ങളിലേക്ക് വന്നത്. നാടകങ്ങളിൽ നിന്ന്, നാടിൻ്റെ അകങ്ങളിൽ നിന്ന് അകത്തേക്ക് അവർ കടന്നു വന്നത് ഏതാണ്ട് ലൗകികമായ മോഹങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. പക്ഷേ വീണ്ടും ഈ വനതല പ്രകൃതിക്കിടയിൽ കണ്ട ഈ മായാമായനെ കണ്ടിട്ട് മോഹമുദിക്കുകയാണ്, കാമം ജനിക്കുകയാണ്, അതിനെ വളർത്താൻ വേണമെന്ന് വിചാരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ മായനെ നമ്മളങ്ങ് അയോധ്യയിലേക്ക് 14 വർഷം കഴിഞ്ഞിട്ട് അങ്ങ് അയോധ്യയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ഭരതൻ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ മാരീചൻ കനകമയ മൃഗമായി വനതല പ്രകൃതിയിൽ ചാടി ഓടി നടക്കുന്നത് പൂവ് പറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന സീതാദേവി കാണുകയും അതിൻ്റെ സൗന്ദര്യാതിരേകത്തിൽ മനം മയങ്ങി ഭർത്താവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങ് നോക്കൂ ആര്യപുത്ര, അങ്ങ് നോക്കൂ ഈ മാനിനെ, എത്ര സുന്ദരനായിരിക്കുന്നു, ഇതിനെ എനിക്ക് പിടിച്ചു തരണം. എനിക്ക് ഒന്നിനോടും സാധാരണ മോഹം തോന്നാത്തതാണ്, പക്ഷേ ഇതിനെ കണ്ടപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്ത ഒരു കൗതുകം, അതിനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ എന്ന്. ഞാനിതിനെ അയോധ്യയിൽ കൊണ്ടുപോയാൽ ഭരതന് ഇഷ്ടപ്പെടും, അമ്മമാർക്കെല്ലാം ഇഷ്ടപ്പെടും, അങ്ങയ്ക്കും ഇഷ്ടപ്പെടും, അയോധ്യവാസികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നമുക്കതിനങ്ങ് അയോധ്യയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. രാമൻ എന്ന ഭർത്താവ്, ലൗകികനായ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി സീത ഇന്ന് വരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ആകെ ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ്. അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതും ഈ വനതല പ്രകൃതിക്കകത്ത് അവളുടെ ഒരിഷ്ടമെങ്കിലും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് രാമനിലെ മനുഷ്യൻ ചിന്തിച്ചത്. ആ ചിന്ത രാമന് ഈ മാരീചൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു പ്രേരണയായി. ലക്ഷ്മണനെ അരികിൽ വിളിച്ചു. ലക്ഷ്മണ, സീത എന്നോട് മുമ്പ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഇതിപ്പോൾ അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ പോയി ആ മാനിനെ പിടിച്ചുകൊണ്ട് വരാം. അയ്യോ ജ്യേഷ്ഠ, അത് പിടിക്കാനൊന്നും പറ്റത്തില്ല, അതിങ്ങനെ വേഗത്തിൽ പോവുകയാണ്. പിടിക്കാൻ പറ്റില്ല, ഞാൻ എന്നെ കൊല്ലും, ഒന്ന് ശവം എങ്കിലും കൊണ്ടുവരും. അപ്പോൾ സീത പറഞ്ഞു, അങ്ങനെ ശവം കിട്ടിയാലും മതി, അതിൻ്റെ തൊലി ഉരിച്ചെടുത്ത് നമുക്ക് പുൽത്തടിയിൽ വിരിച്ചിരിക്കാൻ കൊള്ളാം, നല്ല കൗതുകമായിരിക്കും അത് എന്ന് പറഞ്ഞു. അത്രേ. എന്നാലും രാമൻ ഇതിനെ പിന്തുടർന്ന് പോകാൻ തീരുമാനിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, സീതയെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് സീതയെ എല്ലാ നിലയിലും സംരക്ഷിച്ചോണം, ഒരു കാരണവശാലും സീതയെ വിട്ട് നീ എങ്ങോട്ടും പോകരുത്. പിന്നെ ജഡായു എന്ന പക്ഷിശ്രേഷ്ഠനുണ്ട്, രണ്ടുപേരും കൂടി ചേർന്ന് മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വരും, അവിടെ കാണും, ഇവിടെ രാക്ഷസന്മാർ കാണും, ഇവിടെ എന്തെങ്കിലും കാണും, അങ്ങനെ മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കാവൂ. എന്ന് വെച്ചാൽ ശ്രദ്ധ ഉണ്ടാകണമെന്ന് അർത്ഥമാണ്. അവിടുത്തെ സംശയം എന്ന വാക്കിന് താല്പര്യം അതാ, ശ്രദ്ധയോടെ നിൽക്കണമെന്നാണ്. തിരുവായില്ലല്ലോ. ലക്ഷ്മണൻ അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ വാൽമീകി രാമായണത്തിൽ ഈ ലക്ഷ്മണവൃത്തം വരയ്ക്കുന്നുവെന്നും ഈ രേഖ വരച്ചിട്ട് പോകുന്നുവെന്നില്ല, പറയുന്നില്ല. പിൽക്കാല കഥകളിലെല്ലാം ലക്ഷ്മണന് സീതയ്ക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചുവെന്നും ആ രേഖ കടന്ന് ഇപ്പുറത്ത് വന്നാൽ ഈ ആപത്ത് ആപ്പെടുമെന്നും, അത് രാവണൻ വന്നപ്പോൾ ഈ ലക്ഷ്മണവൃത്തത്തിന് വെളിയിൽ ചാടി കടന്നത് കാല് വെച്ചത് കൊണ്ടാണ് സീതയെ രാവണൻ അപഹരിക്കാൻ കഴിഞ്ഞതെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. വസ്തുത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ പുസ്തകങ്ങളിലൂടെ മനസ്സിലാവുന്നുമില്ല. വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല.
എന്തായാലും ശരി, അങ്ങനെ മാരീചൻ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, മായാമൃഗമായിട്ട് പോവുകയാണ്. ആ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു. മാരീച നിഗ്രഹം എന്നുള്ള ഭാഗം. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയും എന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പൊന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലീ വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുദാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും, പടുത്വമോടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം, ഈ പർണശാലയിൽ നിന്ന് കുറേ ദൂരമായി, ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ച്. ആശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതു കണ്ടുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. ആ വേഷപ്രച്ഛന്നത പോയി. ഈ മാരീചൻ യഥാർത്ഥ രൂപത്തിൽ രാക്ഷസ പ്രകൃതിയായിട്ട് തറയിൽ വീണു. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ലക്ഷ്മണൻ നേരത്തെ പറഞ്ഞു ജ്യേഷ്ഠ അസുരന്മാരുമായിരിക്കുമെന്ന് മുൻകൂർ പറഞ്ഞതാണ്, എന്നാൽ ഞാൻ അവനെ കൊല്ലും എന്നാണ് രാമൻ പറഞ്ഞതപ്പോൾ. ബാണമേറ്റ് അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൽ, അയ്യോ പാപം ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാമേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയില്ലേ. ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ. ലക്ഷ്മണൻ അതു കേട്ട് ജാനകിയോടു ചൊന്നാൽ, ദുഃഖിയായി ആര്യേ ദേവി കേൾക്കണം മമവാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നവൻ, മാരീചൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ. എത്രയും ഏവം കരഞ്ഞത് അവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ട് പോയിടാമല്ലോ. പങ്ക്തികന്ധരൻ തനിക്ക്, പങ്ക്തികന്ധൻ എന്ന് പറഞ്ഞാൽ രാവണൻ എന്നർത്ഥം, തനിക്ക് അതിനുള്ളുപായം ഇത് എന്തറിയാതെ അരുൾ ചെയ്യുന്നിത്.
അത്രയല്ല, ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ഓ